പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം പ്രിയമുള്ളവരെ, അഭിസംബോധനൻ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ചില പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നാം എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്തിനെൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രതിസന്ധികൾ വന്നു? ചില വെല്ലുവിളികൾ വരുമ്പോൾ ചോദിക്കാറുണ്ട്, ഈ വെല്ലുവിളികൾ വന്നത് എന്തിന്? ചില രോഗങ്ങൾ വരുമ്പോൾ ചോദിക്കാറുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ ഈ പ്രതിസന്ധികൾ, ഈ രോഗം എനിക്ക് വന്നത്? പ്രിയപ്പെട്ടവരെ, അതിനുള്ളൊരു മറുപടിയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് വചനത്തിലൂടെ നൽകി തരാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിന് യേശു, അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കിൽ വെളിവാകേണ്ടതിനത്രേ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട സുപരിചിതമേറിയ ഒരു ദൈവവചന ഭാഗമാണ് വായിച്ച് കേട്ടത്. യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ യേശു കർത്താവ് പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യന്റെ വിഷയമായിട്ട് യേശുവിൻ്റെ അരികിലേക്ക് കുറച്ചുപേരെ ആർഗ്യുമെന്റ് ചെയ്തു വരികയാണ്. ഇവൻ പാപം ചെയ്തിട്ടുണ്ടോ? ഇവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടുണ്ടോ? നീ അതിന് മറുപടി പറയണമെന്ന് പറഞ്ഞ് യേശുവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ യേശു കൊടുക്കുന്ന ഒരു മറുപടിയാണ് നാം വായിച്ചു കേൾക്കുവാൻ ഇടയായി തീർന്നത്. കർത്താവിന് സ്തോത്രം. പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യൻ എന്നാണ് അവിടെ വാക്യത്തിൽ, 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കഴിഞ്ഞാൽ, അവൻ ജനിച്ചു വീണപ്പോഴേ അവൻ നല്ലതൊന്നും കണ്ടിട്ടില്ല. ജനിച്ചു വീണപ്പോഴേ കണ്ണിന് കാഴ്ചയില്ലാതെ ജനിച്ചു വന്ന ഒരു മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. സ്വാഭാവികമായിട്ടൊരു ചോദ്യം അവിടെ ഉണ്ടാകാം, ആര് പാപം ചെയ്തിട്ടാ ഇവൻ ജനിച്ചു വരുന്ന മാത്രയിൽ തന്നെ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഇവന് നേരിടേണ്ടി വന്നത്? കർത്താവിന് സ്തോത്രം. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ ജീവിതകാലത്ത് എനിക്കൊന്ന് സന്തോഷിക്കാൻ പറ്റുമോ? എനിക്കൊന്ന് ആനന്ദിക്കാൻ കഴിയുമോ? എനിക്കെന്നാ ഒരു നല്ല കാലം ഉണ്ടാകുന്നത്? ഞാൻ എന്താ ഒന്ന് മനസ്സു തുറന്ന് സന്തോഷിക്കുന്നത്, സമാധാനിക്കുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. ഇന്ന് ഈ സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ ചോദിക്കുന്ന ചില വ്യക്തികളോട് ആലോചന കൈമാറുന്നത്, നിങ്ങളുടെ ആ ചോദ്യമുണ്ടല്ലോ, നിങ്ങൾ ആ വേവലാതിപ്പെട്ടതുണ്ടല്ലോ, നിങ്ങൾ മനസ്സിനകത്ത് കരഞ്ഞതുണ്ടല്ലോ, കലങ്ങിയതുണ്ടല്ലോ, അതിന് മറുപടി തരാൻ പോകുകയാണ്. മറ്റാരുടെ മേലും പഴി ചൊല്ലാതെ, മറ്റാരുടെയും പ്രവൃത്തിയല്ലെന്നേ. ചിലർ പറയും നിന്റെ കുടുംബത്തിലെ പ്രശ്നമാണെന്ന് പറഞ്ഞേക്കാം. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് ദൂത് പറയുന്നത്, നിങ്ങൾ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, ആരും കണ്ടിട്ടില്ലാതെ, ആരും അറിഞ്ഞിട്ടില്ലാത്ത ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ മേൽ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിനോട് ചോദിക്കുമ്പോൾ പരീശന്മാരും കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ചോദിച്ചതിന്റെ മറുപടി, യേശുവിന്റെ മറുപടി കേൾക്കാൻ വേണ്ടിയിട്ടാണ്. യേശു എന്താണ് ഇതിന് പറയുന്ന മറുപടി എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇവന്റെ അമ്മയപ്പന്മാരാണ് പാപം ചെയ്തതെന്ന് പറയുമ്പോൾ അതെങ്ങനെ ഇവനിലേക്ക് വന്നു എന്ന് ചോദിക്കും. അല്ല, ഇവൻ പാപം ചെയ്തെന്ന് പറയാൻ ഇവൻ ജനിച്ചപ്പോഴേ കുരുടനായിട്ടല്ലേ വന്നതെന്ന് ചോദിക്കാം. എങ്ങനെ പറഞ്ഞാലും യേശുവിനെ ആർഗ്യുമെന്റ് ചെയ്യാൻ, യേശുവിനോട് അവൻ ചോദിക്കാൻ വേണ്ടി അവർ ഉന്നയിച്ച ചോദ്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിച്ചു നിൽക്കുമ്പോൾ, ദൈവകൃപയിൽ ആശ്രയിച്ചു നിൽക്കുമ്പോൾ ഇത്യാദി ചോദ്യങ്ങൾ ഒരു പക്ഷെങ്കിൽ ശരവേഗത്തിൽ നിങ്ങളുടെ കണ്ണിനു നേരെ, ഹൃദയത്തിനു നേരെ, മുഖത്തിനു നേരെ പറഞ്ഞുവിട്ട പലരും കാണും. ആമേൻ, സ്തോത്രം. നീ പ്രാർത്ഥിക്കാൻ ഇറങ്ങിയിട്ട്, നീ ഈ കറുത്ത വൈകിട്ട് പുസ്തകവും പിടിച്ചുകൊണ്ട് ഇറങ്ങിയിട്ട് നിനക്കും നിന്റെ കുടുംബത്തിനും തലമുറയ്ക്കും എന്ത് ഗുണം കിട്ടി എന്ന് ചോദിക്കുന്ന ഒത്തിരി പേര് കാണും. അതിന്റെ നടുവിൽ പരിശുദ്ധാത്മ പറയുക, ചോദിക്കുന്നവരെന്നും ചോദ്യം ചോദിച്ചോട്ടെ. എന്നാൽ ചോദ്യം ചോദിക്കുന്നവർ ഇന്നും നാളെയും, ആമേൻ, അടുത്ത കാലത്തും ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യം കേട്ട് വേദനപ്പെട്ട ഹൃദയം തളർന്ന നിന്റെ വീടിനകത്ത്, നിന്റെ തലമുറയുടെ മേൽ വലിയ നന്മകളും അനുഗ്രഹങ്ങളും പകർന്ന് ദൈവപ്രവർത്തികളെ അയക്കുന്ന ഒരു ദൈവത്തെയാണ് സേവിക്കുന്നതെന്ന് ദൈവം തെളിയിക്കുവാനിടയായി തീരും. ദൈവത്തിന്റെ സ്തോത്രം. നാം ചോദിച്ച ചോദ്യമില്ലേ, കർത്താവേ, എന്തിനാ ദൈവമേ എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരവസ്ഥ വന്നത്? എന്താ കർത്താവേ, ഞാൻ അത്ര കൊടുമ്പാവി ആയതുകൊണ്ടാണോ എനിക്കിങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്? എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, ഞാൻ ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നത്? നാം ചോദിക്കാറുള്ള ചോദ്യമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്ന മറുപടി, ആമേൻ, സ്തോത്രം, നിങ്ങളെ തളർത്തിക്കളയാനല്ല, തകർത്ത് കളയാനല്ല, മറിച്ച് നിങ്ങളുടെ മേൽ നിങ്ങൾ പോലും ചിന്തിക്കാത്ത ഒരു ദൈവിക മറുപടി, ഒരു ദൈവിക വിടുതൽ
നിങ്ങളുടെ മേൽ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കാൻ കഴിയും? യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, ആമേ സ്തോത്രം, അവങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാനുണ്ട്. അതേ, ഇന്ന് വന്ന കഷ്ടതയില്ലേ, നാം പ്രതീക്ഷിക്കാതെ നേരത്ത് കയറി വന്ന പ്രതികൂലമില്ലേ, നാം പ്രതീക്ഷിക്കാതെ നേരത്ത് കയറി വന്ന രോഗമില്ലേ, നാം ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നപ്പോൾ കയറി വന്ന ആക്സിഡന്റുകളില്ലേ, നാം ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നപ്പോഴാണ് ആ ദുരന്തം കയറി വന്നത്. അതൊക്കെ വന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ പോലും പരിശുദ്ധാത്മ പറയുന്നു, ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങൾ വെളിപ്പെടാനുണ്ട്. ആ ദൈവപ്രവൃത്തിക്ക് വേണ്ടിയിട്ട് അല്പം പ്രയാസം സഹിച്ചെന്ന് വരാം, അല്പം പ്രതികൂലം വന്നെന്ന് വരാം, പക്ഷെ ആ പ്രതികൂലത്തിനകത്ത് തള്ളിവിടത്തില്ല. ദൈവത്തിന്റെ കരം നീട്ടി നമ്മളെ വിടിവിക്കുന്ന ഒരു സമയം വെളിപ്പെടാൻ പോവുകയാണ്. ചിലർ ചോദിച്ച ചോദ്യത്തിന്, ചിലർ ഉയർത്തിയ ആർഗ്യുമെന്റിന് ദൈവത്തിന്റെ ആത്മാവ് മറുപടി നൽകും. നമ്മളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ, കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്നുള്ളൊരു അഭേദ്യ ബോധ്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.